ആപ്പിസ് ഫ്ലോറിയ എന്ന സയൻറ്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന ഡ്വാർഫ് ഹണീബി അല്ലെങ്കിൽ റെഡ് ഡ്വാർഫ് ഹണീബി എന്ന പേരിലുള്ള തേനീച്ചകളാണ് ഈ കാണുന്നത്. മലയാളത്തിലാണെങ്കിൽ ഇവയെ കോൽ തേനീച്ച എന്നാണ് വിളിക്കുന്നത്. സദേൺ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കണ്ടുവരുന്ന 2 ചെറിയ വൈൽഡ് തേനീച്ചകളുടെ സ്പീഷീസിൽ ഒന്നാണിവ. ഇവ ഓപ്പൺ സ്പേസിലാണ് കൂടുണ്ടാക്കുന്നത്. കൂടാതെ ഇത് ചെറിയ കോളനീസ് ആയിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പ്രഡേഷൻ കൂടുതലായിരിക്കും ഇതിന്. ഇവ തുറന്ന മരക്കൊമ്പിലും ചെടികളിലൊക്കെയാണ് സാധാരണമായി കൂടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കാണപ്പെടുന്നത് ചൂടുള്ള ഹ്യൂമിഡായിട്ടുള്ള ടെമ്പറേച്ചേഴ്സിലാണ്. ഇവ എക്കോസിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഇവ നല്ല പോളിനേറ്റേഴ്സാണ്. അത് ബയോഡൈവേഴ്സിറ്റി പിന്നെ എക്കോസിസ്റ്റത്തിൻ്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. പിന്നെ ഇതിൻ്റെ വേറെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ തേനീച്ചകൾ കൂടിൻ്റെ ചുറ്റുമാണ് നൃത്തം വയ്ക്കുന്നത്. പക്ഷേ ഇത് കൂടിൻ്റെ മുകളിലുള്ള ബ്രാഞ്ചിൻ്റെ അവിടെയായിട്ടാണ് നൃത്തം വയ്ക്കുന്നത്. അതിന് പൊതുവേ പറയുന്നത് വാഗിൾ ഡാൻസ് എന്നാണ്. ഇവയുടെ തേനിൽ ഡെക്സ്ട്രിൻസ് ആൻഡ് ലെവിലോസ് കോമ്പൗണ്ട്സ് ഉണ്ട്. അത് കൂടാതെ ആൻറ്റി ഓക്സിഡൻസ് ആയ പ്രൊലൈൻസും ഫിനോൾസും അടങ്ങിയിട്ടുണ്ട്. ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കാരണം തന്നെ ട്രഡീഷണൽ മെഡിസിൻസിൽ ഇത് അത്യാവശ്യം യൂസ് ചെയ്ത് വരുന്നുണ്ട്. 1787 ഡാനിഷ് സുവോളജിസ്റ്റ് ജൊഹാൻ ക്രിസ്റ്റ്യൻ ഫാബ്രീഷ്യസ് ആണ് ഇതിന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഈ ഹണി ബീസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 6 to 41 ഡേയ്സ് ആണ്. അതായത് ഒരു 15 ഡേയ്സ് ഇൻ ആവറേജ്. ഈ കൂട് അധികമായിട്ടില്ല, ഒരു 13 to 17 വീക്സിലെ മാക്സിമം വലുപ്പം എത്തും. ഈ കോളനിയുടെ ഒരു സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കൂട് നിർമ്മാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുട്ടകൾ 3 ദിവസത്തിനുള്ളിൽ ലാർവകളാവുന്നു. ലാർവകളാണെങ്കിൽ 6 to 7 ദിവസത്തിനുള്ളിൽ പ്യൂപ്പകളാവും. അതിനുശേഷം 10 to 12 ദിവസത്തിനുള്ളിൽ ഇത് പൂർണ്ണ വളർച്ചയുള്ള തേനീച്ചകളാവുന്നു. അങ്ങനെ കോളനി വളരുന്നു. കോളനി വളർന്നു വരുമ്പോൾ പുതിയ റാണിമാരും ഉണ്ടാകുന്നു. പഴയ റാണി ഈ കൂട് വിട്ട് പുതിയ സ്ഥലങ്ങളിൽ ചെന്ന് കൂടുണ്ടാക്കുന്നു. ഈ പ്രോസസ്സിന് ജനറിക്കായിട്ട് പറയുന്ന പേരാണ് സ്വാമിങ്. അപ്പോൾ ഈ തേനീച്ചകളെക്കുറിച്ച് ഫർദർ ഡീറ്റെയിൽസ് വല്ലതും കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.